നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോറിൻ്റെ പോയിൻറ്റുകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കൂട്ടത്തിൽ യാഷിൻ ട്രോഫിയുടെ പോയിൻറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തവണ യാഷിൻ ട്രോഫി മികച്ച ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി സ്വന്തമാക്കിയത് ജിയാൻലുക്കി ഡൊണ്ണാരുമയായിരുന്നു. അദ്ദേഹം ഒന്നാമതും ബ്രസീലിയൻ ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ രണ്ടാമതുമാണ്. അതിൽ ആലിസണും ഡൊണ്ണാരുമയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പോയിൻറ്റിൽ. ഡൊണ്ണാരുമക്ക് 486 പോയിൻറ്റുകൾ ലഭിച്ചപ്പോൾ ആലിസൺ ബെക്കർക്ക് 120 പോയിൻറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ആലിസണാണ് രണ്ടാമത്. ശ്രദ്ധേയമായ കാര്യം, അർജൻറ്റീനക്കാരൻ എമിലിയാനോ മാർട്ടിനസിന് 10 പോയിൻറ്റ് തികച്ച് കിട്ടിയില്ല. 7 പോയിൻ്റാണ് എമിലിയാനോ മാർട്ടിനസിന് വോട്ടിങ്ങിൽ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാണ് ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടിംഗ് പോയിൻറ്റുകൾ ലഭിച്ചു എന്നുള്ളത്. ഒന്നാം സ്ഥാനത്ത് ജിയാൻലുക്കി ഡൊണ്ണാരുമ 486 പോയിൻറ്റ്, രണ്ടാമത് ആലിസൺ ബെക്കർ 120 പോയിൻറ്റ്. ആ ഒരു ഡിഫറൻസ് നോക്കണം, വലിയ വ്യത്യാസമാണ്. മൂന്നാമത് യാൻ സൊമർ 112 പോയിൻറ്റ്, 4 തിബോട്ട് കോർട്ടുവ 69 പോയിൻറ്റ്, 5 യാസീൻ ബോനോ 48 വോട്ടിംഗ് പോയിൻറ്റുകൾ, 6 ഡേവിഡ് റയ 31 പോയിൻറ്റ്, 7 യാൻ ഒബ്ലക്ക് 31 പോയിൻറ്റ്. അതുവരെ ഓക്കെയാണ്, 10-30 പോയിൻ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏഴാമതുള്ള ആൾക്ക് 31 പോയിൻറ്റ്. എട്ടാമതുള്ള എമിലിയാനോ മാർട്ടിനസിന് 10 പോയിൻറ്റ് തികഞ്ഞില്ല, 7 പോയിൻറ്റ്. എവി മാത്രമല്ല, മറ്റ് 2 പേർക്കും 10 പോയിൻറ്റ് തികയാത്തതുണ്ട്. ലൂക്കാസ് ഷെവലിയർ 5 പോയിൻറ്റ്, മാറ്റ് സെയിൽസ് 4 പോയിൻറ്റ്. ഇതാണ് യാഷിൻ ട്രോഫിയുടെ പോയിൻറ്റ് പട്ടിക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.